ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. SSLC റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. SSLC റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തു, നിങ്ങൾ റിസൾട്ടൊക്കെ നോക്കി. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്കല്ല നിങ്ങൾക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ മാർക്കിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരക്കടലാസ് വീണ്ടും വാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീവാലുവേഷൻ്റെ അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. തികച്ചും ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ടും അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻറ്റർ, മറ്റ് കോമൺ സർവീസ് സെൻറ്റർ പോലെയുള്ള കമ്പ്യൂട്ടർ സെൻറ്ററുകൾ മുഖേനയും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 15 വൈകിട്ട് 4 മണി വരെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വാലുവേഷന് കൊടുക്കേണ്ട വിഷയം മാത്രം നിങ്ങൾ വാലുവേഷന് കൊടുത്താൽ മതിയാകും. ഒരു പേപ്പറിന് 400 രൂപയാണ് ഫീസ്. പ്രത്യേകം മനസ്സിലാക്കുക, ഒരു പേപ്പറിന് 400 രൂപയാണ് ഫീസ് വരുന്നത്. 2 പേപ്പർ ആകുമ്പോൾ 800 രൂപയാകും, അത് 3 പേപ്പർ ആകുമ്പോൾ 1200 രൂപയാകും. അപ്പോൾ ഒരു പേപ്പറിന് 400 രൂപ ഫീസ് വെച്ചാണ് നിങ്ങൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. ഇനി ഓൺലൈനായിട്ട് അപേക്ഷ നിങ്ങൾ സമർപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അപ്പോൾ തന്നെ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീസും കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ SSLC പഠിച്ച സ്കൂളിൽ പോയിട്ട് ഈ പ്രിൻ്റ് ഔട്ട് അധ്യാപകനെ ഏൽപ്പിക്കുക, പ്രിൻസിപ്പളെ ഏൽപ്പിക്കുക. അതോടുകൂടെ നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാകും. ജസ്റ്റ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തത് കൊണ്ട് മാത്രം അപേക്ഷ പൂർത്തിയാകില്ല. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും ഫീസുമായിട്ട് നിങ്ങൾ SSLC പഠിച്ച സ്കൂളിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ മാത്രമേ അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ. റീവാലുവേഷൻ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നൊക്കെ നമ്മൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇനി വീട്ടിലിരുന്നു കൊണ്ട് അപേക്ഷ കൊടുക്കേണ്ട രീതി, അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ്, ആ ഒരു സർക്കുലർ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഓരോ വിദ്യാർത്ഥിയും, റീവാലുവേഷന് കൊടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ആ സർക്കുലർ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രമേ അപേക്ഷ കൊടുക്കാവൂ. ആ സർക്കുലറും ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപേക്ഷ കൊടുക്കേണ്ട രീതിയും ഞാൻ കൊടുക്കാം. എല്ലാ വിദ്യാർത്ഥികളും ആ PDF ഒന്ന് വായിച്ച് മനസ്സിലാക്കി അപേക്ഷ കൊടുക്കുക. ഇനി റീവാലുവേഷൻ അപേക്ഷ കൊടുത്ത് ചില കുട്ടികൾക്കൊക്കെ പേടിയുണ്ട്, അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള മാർക്ക് അല്ലെങ്കിൽ ഉള്ള ഗ്രേഡ് കുറയുമോ എന്ന്. അങ്ങനെയില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ കുറയുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഗ്രേഡ് ആയിരിക്കും പരിഗണിക്കുക, കൂടിക്കഴിഞ്ഞാൽ പുതിയ ഗ്രേഡ് ഏതാണോ അതായിരിക്കും പരിഗണിക്കുക. അതുപോലെ ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഒരു പേപ്പറിനാണ് ഗ്രേഡ് കൂടിയത് എങ്കിൽ 400 രൂപ തിരിച്ചു തരും. 2 പേപ്പറിനാണെങ്കിൽ 800 രൂപ തിരിച്ചു തരും. ഇനി 3 പേപ്പറാണെങ്കിൽ 1200 രൂപ തിരിച്ചു തരും. അങ്ങനെ ഓരോ പേപ്പറിനും നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒറ്റ വീഡിയോ കാണാം.